നമസ്കാരം. ഏറെ നാളായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കൊടുവിൽ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ന് പുലർച്ചെ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലും പ്രധാന നഗരമായ കാണ്ഡഹാറിലും പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തോടെ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക് എന്നാണ് സൈനിക നീക്കത്തിന് പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന പേര്. അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനോട് തുറന്ന യുദ്ധം പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത്. കാബൂളിലും കാണ്ഡഹാറിലും പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് മേഖലയിൽ ഉടലെടുത്ത സംഘർഷമാണ് ഇപ്പോൾ യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സാമൂഹ്യ മാധ്യമമായ എക്സിൽ കൂടി താലിബാൻ ഭരണത്തിനെതിരെ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ഞങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നു, നിങ്ങളുമായി ഞങ്ങൾ തുറന്ന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന് ഖ്വാജ ആസിഫ് എക്സ് പോസ്റ്റിൽ കുറിച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന്റേതെന്ന തരത്തിൽ നിരവധി വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കാബൂളിൽ ബോംബ് വർഷം നടത്തുന്നതും വീഡിയോയിൽ കാണാം. ഏത് രീതിയിലുള്ള ആക്രമണത്തെയും ചെറുക്കാൻ സൈന്യത്തിന് ശക്തിയുണ്ടെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ വ്യക്തമാക്കി. കാബൂളിൽ ജെറ്റ് വിമാനങ്ങളുടെയും ഉഗ്ര സ്ഫോടനങ്ങളുടെയും വെടിവെപ്പിന്റെയും ശബ്ദം കേട്ടതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാണ്ഡഹാറിൽ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുൻസാദ താമസിക്കുന്നിടത്ത് യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറന്നതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇന്നലെ രാത്രി പാക് അതിർത്തിക്കുള്ളിലേക്ക് കടന്നുകയറി 19 സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും 55 പാക് സൈനികരെ വധിച്ചതായും താലിബാൻ ഭരണകൂടം അറിയിച്ചു. ഒരു പാക് F-16 യുദ്ധവിമാനം വെടിവെച്ചിട്ടതായും താലിബാൻ വീഡിയോ സഹിതം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇക്കാര്യം പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല. സംഘർഷത്തിൽ ഇതുവരെ 133 അഫ്ഗാൻ സൈനികരെ വധിച്ചതായി പാകിസ്ഥാനും 55 പാകിസ്ഥാനി സൈനികരെ വധിച്ചതായി അഫ്ഗാനിസ്ഥാനും അവകാശപ്പെട്ടിട്ടുണ്ട്. കാബൂളിലും കാണ്ഡഹാറിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായി താലിബാൻ വക്താവ് സൈബുള്ള മുജാഹിദ്ദീൻ പറഞ്ഞു. അഫ്ഗാൻ പാക് അതിർത്തിയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഖത്തറിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ വീണ്ടും അതിർത്തിയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയുമായിരുന്നു. അതേസമയം ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാനും നയതന്ത്ര ചർച്ചകളിലൂടെ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാനും അഭ്യർത്ഥിച്ചു.